ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഇന്നിതാ വളരെ വ്യത്യസ്തമായൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നതായിട്ട്. വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ കല്യാണത്തിനൊക്കെ പോകുമ്പോൾ നല്ല കളറിൽ മുങ്ങിപ്പൊരിഞ്ഞ് ചിക്കനൊക്കെ കഴിക്കൂലേ. അപ്പോൾ ഇത് ചെറിയ പേടിയൊക്കെ ഉണ്ടാവും, ഫുഡ് കളറല്ലേന്ന്. അപ്പോൾ അതിലെന്തെങ്കിലും കെമിക്കൽസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് കെമിക്കൽസ് ഒന്നും ഇല്ലാണ്ട് തന്നെ ഓർഗാനിക് ഫുഡ് കളർ നമുക്ക് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കാൻ നോക്കാം. ഇതാ 3 വെജിറ്റബിൾ വെച്ച്, പിന്നെ കുറച്ച് ചീരയിലുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ 5-6 കളറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോ കണ്ടോക്കാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങൾ എനിക്ക് ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം വളരെ നന്ദിയുണ്ട്. നേരെ വീഡിയോയിലേക്ക് പോകാം നമുക്ക്. നാച്ചുറൽ വെജിറ്റബിൾ ഫുഡ് കളർ ഉണ്ടാക്കാൻ ഞാനിതാ ഒരു വയലറ്റ് കാബേജ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതി മുറിച്ചു ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തു. പിന്നെ അതിൻ്റെ നടുവിൽ ഇത് ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. അത് വേണ്ട, അതിനൊരു ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ട് നല്ല ഫൈനാക്കി ഒന്ന് അരച്ചെടുക്കണം. കാബേജ് ഇതാ നല്ല പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഒരു അരിപ്പ വെച്ച് ഇത് അരിച്ചെടുക്കണം. അപ്പോൾ അരിപ്പ വെച്ച് അതിൻ്റെ മേലെ ഒരു വൈറ്റ് ക്ലോത്ത് ഇടുക, നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ ക്ലോത്ത്. എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത കാബേജ് ഇതിലേക്ക് ഒഴിച്ച് നല്ല പോലെ പിഴിഞ്ഞെടുക്കണം. നല്ല നൈസ് ക്ലോത്ത് അയക്കണം കേട്ടോ, അല്ലെങ്കിൽ എന്താ പറയുക കട്ടിയുള്ളൊക്കെ ഇതിലേക്ക് വീഴുക. ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. നമ്മൾ പിഴിഞ്ഞെടുത്ത കാബേജിൻ്റെ ജ്യൂസ് അടുപ്പത്ത് വെച്ച് തിളപ്പിക്കുക. അപ്പോൾ തിളച്ച് വരുമ്പം ഇതുപോലെ നൊര വരും. അപ്പോൾ അതെല്ലാം കോരി ഒന്ന് ഒഴിവാക്കണം കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് ഇളക്കി കുറുക്കിയെടുക്കുക. എന്നിട്ട് ഒരു നൂൽ പരുവൊക്കെ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ഒഴിച്ചു കൊടുക്കുക. അതെന്തിനാണെന്നറിയോ, പിന്നെ കുറച്ച് വാനില എസൻസ് ഒഴിക്കണം. ലെമൺ ജ്യൂസ് ഒഴിച്ചാൽ എന്താ അറിയോ, നമ്മളെ ഈ പഞ്ചസാര ക്രിസ്റ്റലൈസ് ആവില്ല, അതിനാണ് കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ചെടുത്ത് ഒഴിച്ചു നോക്കി ഇങ്ങനെ പിടിച്ചു നോക്കിയ ഒരു 1 സ്ട്രിങ് കൺസിസ്റ്റൻസിയാണ്, അതായത് ഒരു നൂൽ പരുവം. അപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞ് ഞാൻ 3 ബൗളിലാക്കിയിട്ടുണ്ട് കേട്ടോ. കാബേജിൻ്റെയാണ്, അത് 3 ബൗളിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഒരു ബൗളിൽ കാബേജിൻ്റെ അതങ്ങനെ മാറ്റി വെക്കും. പിന്നെ അടുത്ത ബൗളിൽ നമ്മൾ എന്ത് ചെയ്യും, അതിൽ കുറച്ച് ചേർക്കണം. നമ്മുടെ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. ഒരു 5-8 മിനിറ്റ് തന്നെ മിക്സ് ചെയ്യണം. അപ്പോൾ ഇത് കളറ് മാറി ഒരു നീല കളറായി വരും കേട്ടോ. അപ്പോൾ നമുക്ക് 2 കളറ് കിട്ടില്ല, അത് രണ്ടും മാറ്റി വെക്കുക. എന്നിട്ട് നമ്മൾ ഇനി ഒരു ബൗളിൽ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മൾ കുറച്ച് ലെമൺ ജ്യൂസ് കുറച്ച് കൂടുതൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വന്നാൽ അതൊരു റെഡ് കളറായി കിട്ടും നമുക്ക്. അപ്പോൾ നമുക്ക് കാബേജിൽ നിന്ന് തന്നെ 3 കളറ് കിട്ടി കേട്ടോ. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാൻ പോകുന്നത് എന്താ അറിയോ, അടുത്ത കളർ ഉണ്ടാക്കണതിൻ്റെ മുന്നേ തന്നെ നമ്മളിപ്പോൾ ഉണ്ടാക്കി മിക്സ് ചെയ്തില്ലേ, അതെല്ലാം തണുത്തതിന് ശേഷം ബോട്ടിലാക്കി മൂടി വെക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിക്കാം. അത് കഴിഞ്ഞ് നമുക്ക് ഇനി ഇതിലേക്ക് വേണ്ടത് വേറെ 2 വെജിറ്റബിൾസും കൂടി ഇല്ല. ക്യാരറ്റ് ഇതുപോലെ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക, അതുപോലെ ബീറ്റ്റൂട്ടും. എന്നിട്ട് ഇത് രണ്ടും കുറേശ്ശെ വെള്ളം ആഡ് ചെയ്തിട്ട് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുക. ക്യാരറ്റ് ഞാൻ അടിച്ചെടുത്ത് അതിപ്പോൾ ഒരു തുണി വെച്ച് പിഴിഞ്ഞെടുക്കണം. അതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത് നമുക്ക് കേട്ടോ. എന്നിട്ട് ആ ജ്യൂസ് നമ്മൾ ഇതുപോലെ അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചിട്ട് ആദ്യം ചെയ്ത് അതേ പ്രോസസ്സ് തന്നെ കേട്ടോ. അന്നോരെല്ലാം എടുത്ത് മാറ്റണം. പിന്നെ കുറച്ച് തിളച്ച് വരുമ്പോൾ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക, 2 ടേബിൾ സ്പൂൺ പോലെ കേട്ടോ. ഇതന്നോര ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട് കണ്ടോ, ഇങ്ങനെയാണ് മാറ്റേണ്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് എന്ത് ചെയ്യണം, ഇത് കുറച്ച് തിളച്ച് നല്ലതായി വരില്ലേ, അപ്പോൾ നമ്മൾ പഞ്ചസാര ഇടുന്നുണ്ട് കേട്ടോ. പഞ്ചസാര ഇട്ട് പിന്നെ നല്ലോണം ഇറക്കി കൊടുക്കുക. എന്നിട്ട് ഇത് കുറച്ച് വറ്റി വരുമ്പം നമ്മളതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസ് ആഡ് ചെയ്യണം. അതും കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളിലാക്കി വെക്കുക. പിന്നെ ബീട്രൂട്ട് ഇതുപോലെ മിക്സിൻ്റെ ജാറിൽ അടിച്ചെടുത്തിട്ട് ആദ്യം ചെയ്ത് അതേ പ്രോസസ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ട് നല്ല പോലെ തിളപ്പിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ നൊരെല്ലാം ഊറ്റിപ്പോക്കണം കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൽ കുറച്ച് പഞ്ചസാര ഇടണം. പഞ്ചസാര ഇട്ട് 2 ടേബിൾ സ്പൂൺ പോലെ എടുക്കുക കേട്ടോ. എല്ലാത്തിലും 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. എന്നിട്ട് അത് കഴിഞ്ഞ് ലെമൺ ജ്യൂസ് ഇട്ടിച്ച് ഇതുപോലെ എടുത്ത് ബൗളിൽ തണുക്കാൻ വെക്കുക. തണുത്തതിന് ശേഷം അതെന്ത് ചെയ്യുക, നമ്മളിതുപോലെ ഓരോരോ ഗ്ലാസ് ബോട്ടിലാക്കി വെക്കുക.
പിന്നെ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ചീരയാണ്. പച്ച കളറിന് വേണ്ടി ചീരയല്ല നല്ലത് കേട്ടോ. അപ്പോൾ പക്ഷേ ചീരയിൽ എന്ത് ചെയ്യണം, മറ്റേത് ചെയ്ത പോലെയല്ല, ഒന്ന് തിളപ്പിച്ചെടുക്കണം. അതിൻ്റെ ഒരു ഇത് പോവാൻ വേണ്ടിയിട്ട് ഒന്ന് തിളപ്പിച്ചാൽ മതി. പക്ഷെ അധികം വേവിക്കണ്ട. എന്നിട്ട് ആ വെള്ളത്തിൽ നിന്ന് അത് ഊറ്റിയെടുക്കണം. ആ വെള്ളം വേണ്ട നമുക്ക്. ആ വെള്ളത്തിൽ നിന്ന് ഊറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഇടുക. എന്നിട്ട് തണുത്ത വെള്ളത്തിൽ നിന്ന് നമ്മളതൊന്ന് ഇളക്കിയിട്ട് എടുത്ത് മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ട് 250 ml ആണ്, ഒരു കപ്പ് വെള്ളം ഒഴിച്ച് ഇതുപോലെ അരിച്ചെടുത്ത് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ അടുപ്പത്ത് പിഴിഞ്ഞെടുത്തിട്ട് അടുപ്പത്ത് വെച്ച് നല്ല പോലെ തിളപ്പിച്ച് നിറയെല്ലാം ഊറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മളിതാ 1 ടേബിൾ സ്പൂൺ അല്ല 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കണം കേട്ടോ. കുറച്ച് വെള്ളമുള്ളെങ്കിൽ നിങ്ങൾ 1 ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ഇതുപോലെ അത് അടിഭാഗം കാണുന്നുണ്ടല്ലോ, അപ്പോൾ കുറച്ച് കട്ടിയായിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് തണുക്കാൻ വേണ്ടി ഒരു ബൗളിലാക്കി വെക്കുക. ഇതെല്ലാം തണുത്ത് കഴിഞ്ഞിട്ട് എല്ലാം ബോട്ടിലാക്കുക കേട്ടോ. പിന്നെ ഞാനിതാ പത്തിരിപ്പൊടിയാണ് എടുത്തത്. ഈ പത്തിരിപ്പൊടീൻ്റെ മേലെയാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഓരോരോ പത്തിരിപ്പൊടീൻ്റെ മേലെ ഞാൻ ഓരോരോ കളറാക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോരോ ഉണ്ടയെടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ. സെപ്പറേറ്റ് മിക്സ് ചെയ്യണല്ലേ, കളറ് മിക്സായി പോകും. എന്നിട്ട് ഓരോരോ ഉരുളകളാക്കി ഇതുപോലെ വെച്ച് നമ്മളെ കയ്യിൻ്റെ ഉള്ളം കയ്യിൽ വെച്ച് ഒന്ന് പരത്തിയെടുത്താൽ മതി. ഇതൊന്ന് നിങ്ങൾക്ക് കാണിക്കാനാണ്, നമ്മൾ ഏത് കളറൊക്കെയാണ് നമുക്ക് കിട്ടിയതെന്നൊന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ബോൾസാക്കി സെപ്പറേറ്റ് വെച്ച് സെപ്പറേറ്റായിട്ട് ഒന്ന് പരത്തിയെടുക്കുക കേട്ടോ. അപ്പം നമുക്ക് എല്ലാ കളറും കിട്ടി. അപ്പോൾ ഏതെല്ലാം കളറ് കിട്ടിയെന്നൊന്ന് അറിയണ്ടേ നിങ്ങൾക്ക്. ഇതാ ഇങ്ങനെ പരത്തിയിട്ട് ഇങ്ങനെ വട്ടത്തിനൊന്ന് ആക്കിയെടുക്കുക കേട്ടോ. ഇതാ നമ്മൾ ഉണ്ടാക്കിയ ഫുഡ് കളറെല്ലാം ആഡ് ചെയ്തതാണ് ഇതിൽ. നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയാണ്. അപ്പം ഞാനത് പത്തിരിപ്പൊടി കുഴച്ചെടുത്ത് അതിലിങ്ങനെ ഓരോ കളേഴ്സ് ആഡ് ചെയ്തതാണ്. നമ്മൾ സാധാരണ പത്തിരിപ്പൊടിയിൽ ഉണ്ടാക്കിയതാണ്. ഇതിലൊരു കളറും ആഡ് ചെയ്തില്ല കേട്ടോ. ഇത് വയലറ്റ് ക്യാബേജിൽ ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് റെഡ് കളറാക്കിയത്. ഇത് വയലറ്റ് ക്യാബേജിൽ തന്നെ നമ്മൾ ബേക്കിംഗ് സോഡയാക്കിയിട്ട് ഈ കളർ കിട്ടി നമുക്ക്. ഇത് നമ്മുടെ ക്യാരറ്റ്, ഇത് ബീറ്റ്റൂട്ട്, ഇത് നമ്മുടെ ചീരയില. അപ്പം നമുക്ക് ഇത്രയും കളേഴ്സ് എല്ലാം കിട്ടിയല്ലോ. അപ്പോൾ ഇത്രയും നേരം വീഡിയോ വാച്ച് ചെയ്തതിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കാൻ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇനിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്.